മൊകേരി തങ്ങൾപിടികയിൽ സ്കൂൾ മൈതാനത്തിന് സമീപത്തു നിന്നും വൻതോതിൽ വെടിമരുന്ന് ശേഖരവും ആയുധങ്ങളും പിടിച്ചെടുത്തത് കഴിഞ്ഞ ദിവസമാണ്. എന്നാൽ പോലീസിന്റെ ബോംബ് സ്ക്വാഡ് എത്തി പരിശോധിച്ചപ്പോൾ പരിശോധനയിൽ കണ്ടത് ബോംബല്ല, ഡപ്പിയിൽ നിറച്ച പാറപ്പൊടിയാണ് എന്ന് എഫ്ഐആർ. എന്നാൽ ഈ എഫ്ഐആറിനെതിരെ വിമർശനങ്ങളുണ്ട്. അത് വെടിമരുന്ന് തന്നെയാണ് എന്നും എഫ്ഐആറിൽ പറയുന്ന സംഗതികളല്ല എന്നാണ് ഉയരുന്ന വിമർശനങ്ങൾ. ഇത് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. റെയ്ഡുകൾ തുടരുന്നതായാണ് വിവരങ്ങൾ. പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്ന വസ്തുതകൾ വായിക്കാം. എന്തൊക്കെയാണ് അവിടെ കണ്ടത് എന്ന് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നുണ്ട്. അത് വായിക്കാം. മൊകേരി അംശം തങ്ങൾപീടിക എന്ന സ്ഥലത്ത് നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ സുമാർ 200 മീറ്റർ മാറി തെക്ക് ഭാഗം സഹ്റ സ്കൂളിന്റെ പ്ലേ ഗ്രൗണ്ടിൽ ഏതോ സ്ഫോടക വസ്തുക്കളും വടിവാളും കാണുന്നുണ്ടെന്ന് വിശ്വാസയോഗ്യമായ വിവരം ലഭിച്ച പ്രകാരം അവിടെ എത്തി. അവിടെ പ്രസ്തുത പ്ലേ ഗ്രൗണ്ടിൽ എത്തിയതിൽ ടീ ഗ്രൗണ്ടിന്റെ 15 മീറ്റർ തെക്ക് പ്ലാസ്റ്റിക് കവറിലായി 7 ഐസ്ക്രീം ബോംബ് എന്ന് തോന്നിപ്പിക്കുന്ന വസ്തുവും ആയതിനു പുറത്തായി നീല നിറത്തിലുള്ള ഐസ്ക്രീം ബോംബ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വസ്തുവും കാണപ്പെട്ടിട്ടുള്ളതാണ്. മനുഷ്യജീവനോ വസ്തുക്കൾക്കോ നാശം വരുത്തണം എന്ന ഉദ്ദേശത്തോടെ നിർമ്മിച്ച് സൂക്ഷിച്ചതാണെന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ സ്ഥലത്തുണ്ടായിരുന്നവരെ സാക്ഷികളാക്കി അവരുടെ സാന്നിധ്യത്തിൽ സ്ഥലത്ത് തുടരുകയും സ്ഫോടക വസ്തുക്കൾ സ്ഥലത്തു നിന്നും നീക്കുന്നത് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നതാണ് എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ വീണ്ടും അതിനെ തുടർന്ന് ബാക്കി നടപടികൾ സ്വീകരിച്ചു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. എന്നാൽ ഇതിനകത്ത് പറയുന്നത് ബോംബ് പോലെ തോന്നിപ്പിക്കുന്ന സ്ഫോടക വസ്തുക്കൾ എന്നാണ്. അതുപോലെ തന്നെ വസ്തുക്കൾ സൂക്ഷിച്ച പ്ലാസ്റ്റിക് കവറും മരത്തിന്റെ കൈപ്പിടിയോടുകൂടിയ 59 സെന്റിമീറ്റർ നീളത്തിലുള്ള വടിവാളും അവിടെ കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് പോലീസ് അങ്ങനെ സ്ഫോടക വസ്തുക്കളാണ് എന്ന് തോന്നുന്ന തരത്തിൽ എന്നാണ് ഇതിൽ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വിമർശനങ്ങൾ ശക്തമായിട്ടുണ്ട്. അത് വെടിമരുന്ന് തന്നെയാണ്, ഇതൊരിക്കലും തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു സംശയം ജനിപ്പിക്കുന്ന വസ്തുവല്ല, കൃത്യമായും അത് സ്ഫോടക വസ്തുക്കൾ തന്നെ ആയിരുന്നു എന്ന വിമർശനങ്ങൾ ശക്തമാവുകയാണ്. എന്തായാലും ഇത് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പോലീസ് ഈ ഭാഗം സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. തലശ്ശേരി താലൂക്കിന്റെ വിവിധയിടങ്ങളിൽ പോലീസും ബോംബ് സ്ക്വാഡും റെയ്ഡ് തുടരുകയാണ്. ബക്കറ്റിൽ സൂക്ഷിച്ച നിലയിലാണിത് കണ്ടെത്തിയത്. സഹ്റ പബ്ലിക് സ്കൂൾ മൈതാനിയിൽ റോഡ് നിർമ്മാണത്തിനായിട്ട് ഇറക്കിയ ടാർ ടാങ്കിനടിയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഇത് കണ്ടെത്തിയത്. തിങ്കളാഴ്ച വൈകിട്ടാണ് ഈ സംഭവം കണ്ടെത്തിയത്. സ്കൂളിൽ നിന്ന് ഏകദേശം ഈ എഫ്ഐആറിൽ പറയുന്നത് പോലെ തന്നെ 300 മീറ്റർ അകലെയാണ് മൈതാനി റോഡ് നവീകരണത്തിനായി സൂക്ഷിച്ച സാധന സാമഗ്രികൾ. അതിനിടയിലാണ് ബോംബുകളും വടിവാളും സൂക്ഷിച്ചിരുന്നത്. തങ്ങൾപിടിക സ്കൂൾ മൈതാനിയിൽ ബോംബ് കണ്ടെത്തി എന്ന വാർത്ത രക്ഷിതാക്കളെയും നാട്ടുകാരെയും ആശങ്കയിലാക്കിയിരുന്നു. മൊകേരിയിൽ ബോംബ് കണ്ടെത്തിയതോടെ പാനൂർ, ചൊക്ലി, കോളറ, വല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ പോലീസ് തെരച്ചിൽ നടത്തി. വരും ദിവസങ്ങളിലും റെയ്ഡ് തുടരും. തൊടിക്കളത്തെ ഗുഹമുക്കിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് ബക്കറ്റിൽ സൂക്ഷിച്ച നിലയിൽ ബോംബുകൾ കണ്ടെത്തിയത്. മരപ്പൊടികൾ നിറച്ച ബക്കറ്റിന് മുകളിൽ 2 സ്റ്റീൽ ബോംബുകളാണ് ആദ്യം കണ്ടത്. പ്രദേശവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് കണ്ണവും CAPB സഞ്ജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘവും കണ്ണൂരിൽ നിന്നെത്തിയ ബോംബ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ബക്കറ്റിലെ മരപ്പൊടികൾ നീക്കിയപ്പോൾ അടിഭാഗത്തും സ്റ്റീൽ ബോംബുകൾ കൂടി കണ്ടെത്തിയത് എന്നാണ് വിവരങ്ങൾ. എന്തായാലും ഇത് എഫ്ഐആറിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന വസ്തുക്കളാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് എന്നുള്ളത് പോലീസ് വ്യക്തമായി പറഞ്ഞിട്ടില്ല. അതിന്റെ ബാക്കി പരിശോധനകൾ നടക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വിവിധ ഇടങ്ങളിൽ പോലീസ് റെയ്ഡുകൾ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.